ഞാനിങ്ങനെ നടക്കണം. അമ്മേ അമ്മേ അയ്യോ ഫോണ്. ഹലോ ഡിയേഴ്സ്, കുറേ കാലമായി യൂട്യൂബ് ചെയ്തിട്ട്. അപ്പം ഇന്ന് ജസ്റ്റ് ഓണക്കാലം ആയതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണം. ഞാൻ ആക്ച്വലി യാത്രകൾ വളരെ കുറവാണ്, അതുകൊണ്ടാണ് യൂട്യൂബ് ചെയ്യാത്തത്. പിന്നെ ചെറിയ മടിയും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, പിന്നെ വെറുതെ നിങ്ങളെ ബോറടിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഓണക്കാലമായപ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ പോകുന്ന വഴി ഓണത്തോടനുബന്ധിച്ചിട്ട് ഒരു ഇപ്പോൾ നമുക്ക് കാണാം. ഞങ്ങൾ ഇന്ന് ഗണേശ നിമഞ്ജന ദിവസമാണ്. അപ്പോൾ മുന്നിൽ കൂടെ ഗണേശൻ്റെ വണ്ടി പോകുന്നുണ്ട്. എല്ലാ വണ്ടികളും സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇന്ന് അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു എന്ന് മാത്രം. നല്ല മഴയുണ്ട്. അപ്പോൾ ഗണേശൻ്റെ വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കാറിൽ മഴത്തുള്ളികൾ കാണാമല്ലോ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പം ഞാൻ നിൽക്കുന്നത് തണ്ണീർ പന്തലിൽ തണ്ണിശ്ശേരിയിലെ തണ്ണിശ്ശേരിയിലൊരു പൂന്തോട്ടത്തിൻ്റെ നടുവിലാണ്. അവർ പൂ കച്ചവടം ഉണ്ട് കേട്ടോ. തണ്ണിശ്ശേരിയിലാണ്. അപ്പോൾ അവരുടെ പാടത്ത് പോയി നിൽക്കാം. ഇതാണ് ഓണർ അല്ലേ? അപ്പം നിങ്ങളുടെ പാടത്താണത്. കുറച്ച് നല്ല അത്യാവശ്യം മഴയുണ്ട്. പിന്നെ ഗണേശ നിമഞ്ജനത്തിൻ്റെ ബ്ലോക്ക് അത്യാവശ്യമുണ്ട്. എൻ്റെ അമ്മയെ ഞാനിങ്ങനെ വഴിക്ക് വീഴുമോ? നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതെ മഴ പെയ്തുകൊണ്ട് വേണ്ട ഇങ്ങനെ പാടത്തൂടെയൊക്കെ നടക്കണം. തെന്നി വീഴാതെ നോക്കണം, വീണ പണിയാവും. അപ്പോൾ ഞാൻ ചാടിച്ചടിയൊക്കെ പോകണം. ഇവിടുന്ന് കാണാം കേട്ടോ. അതാ ചെണ്ടുമല്ലി തോട്ടം. അപ്പം നമുക്ക് പോയി വലിക്കാം. ഞാനിങ്ങനെ നടക്കണം. അമ്മേ അയ്യോ പറഞ്ഞ ഞാൻ തന്നെ ചെറുതായി ഒന്ന് തെന്നിട്ടോ. ഞങ്ങളിങ്ങനെ ഒരു ചാലൊക്കെ ചതവല്ലോ, വെള്ളം പോണ അരുവിയുണ്ടോ, ചെറിയ നേരത്തെ ചാല കണ്ടോ. ഇവിടെയാണ് പൂന്തോട്ടം. ശിവട്ട അവിടെ നിൽക്കുന്നു. ഗംഭീര പൂന്തോട്ടമാണ് ഇവിടെ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ചെണ്ടുമല്ലി വലിക്കാൻ വേണ്ടി വന്നതാണ്. തണ്ണിശ്ശേരിയിലാണത്. പാലക്കാട് തണ്ണിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം. ക്ലാശ്ശേരി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. നമ്മൾ കൊടുവായൂർ പോകുന്ന വഴി. ഞാനൊന്ന് ചാടി കടന്ന് ഇവിടെ ഈ കനാല് ചെറിയ ചാല് ചാടി കിടക്കണം അപ്പുറത്തേക്ക്. ഓക്കെ, ഇതുണ്ടോ അടിപൊളി ഫാം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല കൃഷി. പക്ഷെ മഴ ബാധിച്ചു അല്ലേ? റേറ്റൊക്കെ എങ്ങനെയാ? കുറവ് കൊടുക്കുന്നത്. കുറച്ച് റേറ്റ് ഓണമാകുമ്പോൾ ശകലം കുറയും അല്ലേ? മാർക്കറ്റിൽ വരുന്നത് കർഷകന് 160 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അടിപൊളി. അപ്പം ഞങ്ങളൊരു 4 കിലോ എടുക്കാം. 2 സ്കൂളിന് വേണ്ടിയിട്ടാണ്. 2 കിലോ ചുവപ്പും 2 കിലോ മഞ്ഞയും. ഓക്കെ. അപ്പൊ നിശാന്ത് എന്നല്ലേ പേര്? നിശാന്ത് തണ്ണിശ്ശേരിക്കാരനാണ്. പാലക്കാട് കേട്ടോളൂ, കഴിഞ്ഞ വർഷത്തെ യുവ കർഷക അവാർഡ് ജേതാവാണ് നിശാന്ത് തണ്ണിശ്ശേരി. അപ്പൊ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നല്ല ഫ്രഷ് പൂക്കൾ കേട്ടോ. നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുണ്ട്. നമ്മൾ വാടിയ പൂക്കൾ ഞാൻ ഇന്നലെ ടൗണിൽ പോയപ്പോൾ ഏകദേശം 200 റുപ്പീസ് 140 160 ഒക്കെ കണ്ടു. എല്ലാം വാടിയ പൂക്കൾ. അപ്പോൾ നമുക്കിപ്പോൾ അവരോട് ഫ്രഷ് തരുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്ന് നമുക്ക് ഫ്രഷായിട്ട് പൂക്കൾ ഡെയിലി കിട്ടും. ഓണം കഴിയുന്നവരെ ഇവിടെ വന്ന് വാങ്ങിക്കാം. ഏറ്റവും റീസണബിളാണ്, ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 2-3 പറിക്കുന്നത് കാണിക്കാം കേട്ടോ. ഞങ്ങൾക്കും എല്ലാം എവിടെയാണെങ്കിലും ഉപയോഗിക്കുന്ന ഒരു നമ്മൾ മലയാളത്തിൽ ചെണ്ടുമല്ലി എന്ന് പറയും, ബന്ദിപ്പൂ എന്ന് പറയും. കർണാടകത്തിലൊക്കെ തമിഴ്നാട്ടിലെ ബന്ദിപ്പൂ, അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ പാലക്കാടിൽ ചെണ്ടുമല്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പുറത്ത് മഞ്ഞ കളറുണ്ട്, ഇപ്പുറത്ത് റെഡ് ഉണ്ട്. അപ്പോൾ ഞാനൊരു റെഡ് 2-3 പറിച്ചിട്ട് ഇനോഗ്രേറ്റ് ചെയ്യട്ടെ കേട്ടോ. ഹലോ, എന്നോട് എന്നെ പറിക്കാൻ പറഞ്ഞു പുള്ളി. അപ്പോൾ ഞാനൊരു 5 പറിക്കാം. മിക്സ് ചെയ്ത് പറിക്കണം. നമ്മൾ ഒരേ അടി വലുത് മാത്രം പറിച്ചാൽ ശരിയാവില്ല. എത്ര കിലോ? 10 കിലോ ഞാൻ നോക്കിയിട്ട് പറയാം. ഇന്നലെ എവിടേക്കായിരുന്നു? ഓക്കെ സാർ, വന്നോളൂ. ശരി വന്നോളൂ.
അതെ വന്നോളൂ, ഇന്ന് പൂവുണ്ടേ. ആ റേറ്റ് 160, ടൗണിൽ 200 ഇപ്പോൾ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ടൗണിൽ കൂടുതലായിട്ടുണ്ട്. ഞാൻ അതേ റേറ്റ് തന്നെ തരുന്നത് 160. അത് എന്താ ഞാൻ പറയട്ടെ, ഓരോ ദിവസവും ഇപ്പോൾ പൂവിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കമ്മിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പം കുറച്ചൊക്കെ ഞാൻ പറിച്ചു കേട്ടോ. അതാ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ്. ഇനി നിശാന്ത് പറിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നാമത് ഇവിടുത്തെ പാടം കണ്ടോ, ഇങ്ങനെയുള്ള ഗ്രാഫ്റ്റ് ചെയ്ത പോലെ അല്ലേ, നല്ല ഇതൊക്കെ വെച്ചിട്ട് നല്ല. ഇത് ഹൈബ്രിഡാണ് തോന്നുന്നു അല്ലേ, ഹൈബ്രിഡാണ്. ഇപ്പോൾ നമുക്ക് കൃഷി വകുപ്പിൽ നിന്നൊക്കെ ഹൈബ്രിഡ് ചെടികൾ കിട്ടുന്നുണ്ട്. കോയമ്പത്തൂരിലാണ് എടുത്തത്, കൃഷി വകുപ്പിൽ കിട്ടാറുണ്ട്. പക്ഷേ കോയമ്പത്തൂരിനാണ് എടുത്തത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈ ഫ്ലവറിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും അല്ലേ. നമുക്ക് അതെ അതെ കറക്റ്റായിട്ട് ഈ റൗണ്ട് തന്നെ. കറക്റ്റ്. അത് മഴത്തുള്ളികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പൂവിന് എന്തൊരു ഭംഗിയാണ്. മഴത്തുള്ളികളും ചെണ്ടുമല്ലിപ്പൂവും ഗാർഡൻസും അടിപൊളി കേട്ടോ. ഷട്ട കുത്തിയാണ് നിൽക്കുന്നത്. അതെ അതെ അതെ. മൾച്ചിങ് ഷീറ്റും അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെയാണ് ഇതിന്റെ എല്ലാ ഫെർട്ടിലൈസറും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് പ്രത്യേകം എൻ്റെ ലേബർ ചാർജ്, ലേബർ കോസ്റ്റ് നമുക്ക് ഒത്തിരി കുറയും. കളകൾ വരില്ല. ഇത് എന്താണ്, പോളിത്തീൻ ഷീറ്റ് ആണോ? ഇതിന് മൾച്ചിങ് ഷീറ്റ് എന്ന് പറയും. മൾച്ചിങ് ഷീറ്റ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ മൾച്ചിങ് ഷീറ്റ് ഇട്ടില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കള വന്ന് നിറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ. കള വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അത് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെയാണ് നമ്മൾ ഫെർട്ടിലൈസർ. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ ചാലല്ലേ? തുള്ളി നന. ഓക്കെ ഓക്കെ. ഇത് ഓക്കെ. ഈ പൈപ്പ്, ഇതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഓക്കെ. അപ്പോൾ ഓൾ ദി ടൈം വെള്ളം പക്ഷെ ഇക്കൊല്ലം നിങ്ങൾക്ക് ആവശ്യം വന്നില്ല തോന്നുന്നു. പൊതുവെ ചെണ്ടുമല്ലിക്ക് വെള്ളം ആവശ്യമില്ല, എന്നാലും നമ്മൾ അതിന് മരുന്ന് കൊടുക്കുന്ന സമയത്ത് എല്ലാ ചെടികളും ഒരേ രീതിയിലായിരിക്കും വരിക. ഓക്കെ. നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാം ഫ്രഷാണ് പൂക്കൾ. അവർ ഡെയിലി ഇവിടെ ഫ്രണ്ടിൽ വെക്കുന്നത് ഫ്രഷ് പൂക്കളാണ്. അന്നന്ന് പറിച്ച പൂക്കൾ തന്നെയാണ് വെക്കുന്നത്. വലിയ ഗാർഡനാണ് അത്. കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ. എന്ത് ഭംഗിയാ അറിയോ കാണാൻ. അടിപൊളിയാണ് കേട്ടോ. ഈ പാടവരമ്പിൽ കൂടെ ഇങ്ങനെ നടന്ന് ഈ പൂക്കൾ പറിച്ച് നടക്കുന്ന ഒരു സുഖം. ഈ ഓണക്കാലത്ത് മാത്രം കാണാൻ പറ്റുന്ന, കണ്ണ് കുളിർക്കണ ഒരു കാഴ്ചയാണ് ഈ ചെണ്ടുമല്ലിപ്പൂക്കളിങ്ങനെ. പൂക്കളെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ അല്ലേ. നിശാന്ത് ഇങ്ങനെ പറിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു ബക്കറ്റ് നിറയെ പറിച്ചു കേട്ടോ. അപ്പം എനിക്കൊരു 3+3 കിലോസ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് 1 കിലോ, സ്കൂളിലേക്ക്. ഇപ്പോൾ കുട്ടികളെ മേടിക്കാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മേടിച്ചു. നമുക്ക് എന്ത് ഫ്രഷാണ്, ഡയറക്റ്റ് ഫ്രം ഫാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എല്ലാം. വാടാമല്ലി ഇവിടെയല്ലേ? ചിറ്റൂരാണ്. ഓക്കെ. അവരുടെ തോട്ടം ചിറ്റൂർ. ഇവർക്ക് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 8 ഏക്കറിലാണ് അത്ര അവർ ചെയ്തത്. ഇപ്രാവശ്യം പുള്ളിയുടെ അച്ഛൻ കുറച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എങ്കിലും അടിപൊളിയായി ചെയ്തിട്ടുണ്ട് അല്ലേ, ഗംഭീരം. അതിൻ്റെ ഇടയിൽ കൂടെ ഗണേശ ചതുർത്ഥി, നിമഞ്ജനം ദിവസം ഗണപതി ഘോഷയാത്ര തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു ഭംഗിയാണ്. മഴ, ഗണപതി, ചെണ്ടുമല്ലി, പാട്ടൊക്കെ കേൾക്കാം. നമ്മളടുത്ത് മഞ്ഞപ്പൂവാണ് കേട്ടോ പറിക്കുന്നതാ. മഞ്ഞ നല്ല വലിയ പൂക്കളാണ് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചെറുത്, അടുത്ത് പോയി നോക്കുമ്പോൾ വലിയ. അതെ അതെ അതെ. കൊടുത്തോണ്ടിരിക്കുന്നത്. അതെയോ? ചോപ്പിനെക്കാളും ഓറഞ്ചിനെക്കാളും അതിനാണ് കേട്ടില്ല. ഇവിടെ ഒന്ന് എടുത്താൽ മതി. ഇത് കണ്ടോ, ഇതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. കണ്ടോ ഇങ്ങനെ ഒന്ന് തുറന്നു കൊടുത്താൽ എല്ലാ ഭാഗത്തേക്കും പോകും വെള്ളം. അറിയാം എല്ലാവർക്കും ഡ്രിപ്പ് ഇറിഗേഷനെ കുറിച്ച്.
എങ്കിലും ഇങ്ങനെ ഇതൊക്കെ കർഷകർക്ക് ഭയങ്കര ഉപയോഗമാണ്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ദൈവാനുഗ്രഹം അവർക്ക് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. ഇന്ന് വരെ മഴയാണ്. സോ ദൈവം നല്ലോണം അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ മഴയും അവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. കൂടുതൽ മഴ വന്നാൽ ചെണ്ടുമല്ലിപ്പൂക്കൾ അളിഞ്ഞു പോകാറുണ്ട്. അത് പുള്ളി പറഞ്ഞു കൂടുതൽ മഴയാണെങ്കിലും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്നെന്തോ എല്ലാം ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. പൂക്കളുടെ ഒരു ലോകം. ഭംഗിയുള്ള പൂക്കൾ, മഴത്തുള്ളികളിങ്ങനെ രീതിയാണ്. ഇങ്ങനെയുള്ള കർഷകരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും കൂടെ വേണം. തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പൂക്കളേക്കാൾ എല്ലായിടത്തെ പൂക്കളും നല്ലതാണ് കേട്ടോ. ഇത് ഡിസൈൻസ് ചെയ്ത് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഫാമിലൊക്കെ വന്ന് വാങ്ങിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പം നിശാന്ത് അവിടെ നമ്മുടെ പാലക്കാട് ഇത് പാലക്കാട് ജില്ലയിൽ തണ്ണിശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. തണ്ണിശ്ശേരി പറഞ്ഞാൽ കൊടുവായൂർ പോകുന്ന വഴി. പാല ഹോസ്പിറ്റല് ലുലുവിൻ്റെ ഒക്കെ വളരെ അടുത്താണ് കേട്ടോ. ഒരു 2 കിലോമീറ്റേഴ്സ് ഇത്രയേ ഉള്ളൂ. ക്നാശ്ശേരി കഴിഞ്ഞാൽ തണ്ണിശ്ശേരി. ഇപ്പം നിശാന്ത് ഇതിപ്പം നിശാന്ത് ഒരു ബക്കറ്റ് നിറയെ മഞ്ഞപ്പൂക്കളുമായി വരുന്നുണ്ട്. അപ്പം ഞാൻ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇവിടെ തട്ടി വീഴാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ബാക്കി ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. മഞ്ഞപ്പൂക്കളം കണ്ടോ, എന്തു ഫ്രഷാ. നോക്കൂ, മടി കാണിക്കരുത്, ഇവിടെ വന്ന് മേടിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് നല്ല പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താവണമെങ്കിൽ സച്ച് എ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, പൂവിനേക്കാൾ 1 മാസം കൂടുതലാവും ഓറഞ്ച് വരാൻ. ഓറഞ്ച് പൂവാണ് ആദ്യം എപ്പോഴും നടേണ്ടത്. നേരത്തെ ഇത് നടണം. 1 മാസം മുൻപ് മഞ്ഞ നട്ട് ഇത് നടണം. അത് കഴിഞ്ഞിട്ട് മഞ്ഞ യെല്ലോ ഇടേണ്ടത് അല്ലേ? യെല്ലോ പെട്ടെന്ന് വരും. ഒരു 70 ദിവസം 70-75 ദിവസം കൊണ്ട് വരും. കഴിക്കും. 90 ദിവസം കൂടുതലാണ്. പെട്ടെന്ന് കഴിക്കേണ്ടതായിരുന്നു. ക്ലൈമറ്റും മഴയും എല്ലാം നല്ലോണം മഴയായിരുന്നു. അതെ 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 അതെ. 2 വെറൈറ്റി മാത്രമേ ഇപ്പൊ 2 വെറൈറ്റി മാത്രമാണ്. ഓറഞ്ചിൽ തന്നെ ഒരു ഓറഞ്ച് ടൈപ്പ് വേറെ ഉണ്ട്. അല്ല, എല്ലോവും കൂടി മിക്സ് ആയിട്ടുള്ള വേറെ കളർ. അത് തമിഴ്നാട് മോഡല് വരുന്ന ആന്ധ്ര തമിഴ്നാട് അവിടുത്തെ. പോകാം. അപ്പം ഞങ്ങളിവിടെ വെയിങ് മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റായിട്ട് വെയിറ്റൊക്കെ തൂക്കിയിട്ടാണ് തരിക. ഇതുണ്ടോ, ഇതിങ്ങനെ അവരൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ പോയി കാണിക്കാം. ഒരു മിനിറ്റ്. മഴ കാരണമാണ് ഇപ്പോൾ എല്ലാം കൂടെ ബുദ്ധിമുട്ട്. ഇതുണ്ടോ, വാടാമല്ലി ഉണ്ട്, ചെണ്ടുമല്ലി ഉണ്ട്. ഇതിങ്ങനെ തൂക്കിയത് തരുന്നത്. അവർ ഡെയിലി ഫാമിൽ നിന്ന് വലിച്ച് ഇവിടെ കൊണ്ട് ഫ്രഷായിട്ട് വയ്ക്കും. ഞാൻ ഇന്നലെ ടൗണിൽ പോയി മേടിക്കാൻ നോക്കിയപ്പോൾ ഒന്നും ഫ്രഷല്ല. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഇത് കണ്ടപ്പോഴാണ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നിശാന്തിൻ്റെ നമ്പറൊക്കെ മേടിച്ച് ചോദിച്ചത്. അപ്പോഴാ ഫാമൊക്കെ പിന്നാലെ തന്നെ ഒന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആർക്കാണെങ്കിലും വന്ന് വാങ്ങിച്ചോളൂ. നിങ്ങൾ ദൂരം ഒന്നും നോക്കണ്ട കേട്ടോ. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണിത്. ഓക്കെ, പിന്നെ പുള്ളി നല്ല ഡിസ്കൗണ്ടും തരും കേട്ടോ. മറ്റുള്ളവരെ പോലെയൊന്നും അല്ല. കുട്ടിയല്ലേ, എന്താ പേര്? ഗോകുൽ. ഗോകുല് നിശാന്തിൻ്റെ ആരാ? അതെയാ, തന്നിശ്ശേരി കുട്ടികളാണ്. ഇതാ വരുന്നുണ്ട് ഗണേശൻ. എനിക്ക് പാട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ, പാട്ട് വരും. ഗണേശൻ പോകുന്നതാ. നല്ല രസം. ഇതാ അടുത്തൊരു ഗണേശൻ. ഗണേശോത്സവം പറഞ്ഞൊരു സന്തോഷമല്ലേ അല്ലേ? വണ്ടികളൊക്കെ ഇന്ന് ബ്ലോക്കാ. ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ചു നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. എന്തായാലും അവിടെ വർത്താണ് കേട്ടോ.
കാരണം എന്താ വെച്ചാൽ 200 റുപ്പീസ് ആണെങ്കിലും വലിയ പ്രശ്നമില്ലാവും. കാരണം അത്രയും ഫ്രഷ് ആയിട്ടല്ലേ. പുള്ളി 160 രൂപയ്ക്കാണ് തന്നത്. നാളെ മറ്റന്നൊക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ കൂടും ഓണത്തോടനുബന്ധിച്ചിട്ട്. എങ്കിലും കുഴപ്പമില്ല, മറ്റേ വാടിയ പൂക്കൾ ഇടുന്നതിനേക്കാളും നല്ലതല്ലേ, ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. കൂടുതൽ ഓണം വിശേഷങ്ങളായിട്ട് അടുത്തതിൽ വരാം കേട്ടോ.